സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടം തന്നെ രേഖപ്പെടുത്തുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവില്ലാത്തതും എണ്ണവില വീണ്ടും കുതിപ്പ് തുടങ്ങിയതുമാണ് ഇതിന് കാരണം. വിലയിലെ മാറ്റത്തിൽ ആവേശത്തിലാണ് ആഭരണ പ്രേമികൾ. എങ്കിലും ഈ സന്തോഷങ്ങൾക്ക് അധികം ആയുസ്സുണ്ടാകില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ മാസം തുടക്കത്തെ വെച്ച് നോക്കുമ്പോൾ സ്വർണം വാങ്ങുന്നവർക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഇപ്പോഴുള്ള വില. മാർച്ച് 1-ന് 1,26,920 രൂപയിലായിരുന്നു സ്വർണ്ണ വ്യാപാരം നടന്നത്. അന്നത്തെ വിലയുമായി ഇന്ന് താരതമ്യം ചെയ്യുമ്പോൾ പവനിൽ 18,320 രൂപയുടെ കുറവാണുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ആഭരണ പ്രേമികൾക്കും സാധാരണക്കാർക്കും വലിയ ആശ്വാസം നൽകുന്ന വിലക്കുറവ് തന്നെയാണ്. സാധാരണയായി യുദ്ധം, ജിയോ പൊളിറ്റിക്കൽ സംഘർഷം തുടങ്ങിയ സമയങ്ങളിൽ സ്വർണ്ണവില ഉയരുന്ന കാഴ്ചയാണ് കാണാറുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇറാൻ-US സംഘർഷത്തിനിടെ സ്വർണ്ണവില കൂപ്പുകുത്തുകയാണ് ചെയ്തത്. ഇത്തവണ യുദ്ധം സ്വർണ്ണവില വർധന എന്ന ഫോർമുല ഫലിച്ചില്ല എന്നതാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. ഇത്തവണ യുദ്ധത്തിൽ ഡോളറിലേക്ക് നിക്ഷേപകർ തിരിഞ്ഞതാണ് സ്വർണത്തിന് മുന്നേറാൻ സാധിക്കാത്തതും. ഡോളർ ശക്തമാകുമ്പോൾ സ്വർണത്തിൽ സമ്മർദ്ദം നേരിടുന്നതും പതിവ് കാഴ്ചയാണ്. മാത്രമല്ല, സ്വർണത്തിൽ ലാഭമെടുപ്പിലേക്ക് നിക്ഷേപകർ തിരിഞ്ഞതും വിലയിടിയാൻ കാരണമായി. സ്വർണം വാങ്ങിക്കൂട്ടുകയെന്നത് മലയാളികളുടെ ഒരു ശീലം തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല. വിവാഹമടക്കമുള്ള കാരണങ്ങൾ അതിനു പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില കുറഞ്ഞിരിക്കുന്നതാണ് കേരളത്തിന് എപ്പോഴും നല്ലത്. ഇത് വ്യാപാരികൾക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് കല്യാണ സീസൺ ഉടൻ വരാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ വില കൈവിട്ട് ഉയരാത്തതിന്റെ ആശ്വാസം കുടുംബങ്ങൾക്കും ജ്വല്ലറി ഉടമകൾക്കുമുണ്ട്. ഇതിനിടയിലും യുദ്ധം തുടരുകയാണ്. അപ്പോൾ സ്വർണ്ണവില ഇനിയും താഴേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ആഭരണ പ്രേമികൾ ഉയർത്തുന്നത്. നിലവിൽ 1,00,000-ന് മുകളിൽ തന്നെയാണ് സ്വർണ്ണവിലയുള്ളത്. വൈകാതെ 1,00,000-ന് താഴേക്ക് വില പതിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ വില കുറഞ്ഞാലും ഇനി 1,00,000-ന് താഴേക്ക് പ്രതീക്ഷ വേണ്ട എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ കാര്യം പരിശോധിച്ചാൽ രൂപയുടെ മൂല്യം ഇടിയുകയാണ്. രൂപ 92-ൽ നിന്ന് 94-ലേക്ക് വീണു. യുദ്ധം തുടർന്നാൽ ഇനിയും താഴേക്ക് പോകുന്ന സ്ഥിതിയാണ്. മാർച്ച് 1-ന് സ്വർണ്ണവില റെക്കോർഡ് തൊട്ടിട്ട് പിന്നാലെ അത് തകർന്നു വീണതും കണ്ടു. ഇപ്പോൾ സ്വർണം വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു ഉയർന്ന സാഹചര്യം ഉണ്ടാകും. അതായത് 10 ഗ്രാമിന് 1,40,000 രൂപ വരെയൊക്കെ ആകാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. സ്വർണ്ണവില കുറയുമ്പോൾ ഇന്ത്യയും ചൈനയുമെല്ലാം ധാരാളമായി സ്വർണം വാങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് ചില രാജ്യങ്ങൾ വാങ്ങുമ്പോൾ ചില രാജ്യങ്ങൾ വിൽക്കുന്ന പ്രവണതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില താഴ്ന്നു പോകാതെ നിൽക്കും. ആളുകൾ പണ്ടൊക്കെ പവൻ കണക്കിനാണ് സ്വർണം വാങ്ങിയിരുന്നത്. എന്നാൽ ഇന്ന് ആളുകൾ അതിൽ നിന്നൊക്കെ പിന്നോക്കം പോയി. ഇത്ര തുകയ്ക്ക് സ്വർണം വാങ്ങണമോ എന്നാണ് ചിലർ ആലോചിക്കുന്നത്. 18 ക്യാരറ്റ് 14 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഇന്ന് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. കാരണം വില വ്യത്യാസം നോക്കുമ്പോൾ വലിയ വ്യത്യാസം തന്നെയാണുള്ളത്. വില കുതിച്ചതോടെ സ്വർണ്ണ കച്ചവടത്തിന് വലിയ ക്ഷീണം തന്നെയാണ് നേരിടുന്നത്. കച്ചവടക്കാർ പലരും ജ്വല്ലറി ബിസിനസ് അവസാനിപ്പിച്ച് മറ്റെന്തെങ്കിലും മേഖലയിലേക്ക് പോകണോ എന്ന് ചിന്തിക്കുകയാണ്. കാരണം ഇങ്ങനെ വില കൂടി നിന്നാൽ കച്ചവടം നടക്കില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഈ വിലയിൽ വാങ്ങുക എന്നതും സാധ്യമായ കാര്യമല്ല. സ്വർണ്ണപ്പണിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും പണിയില്ലാത്ത സ്ഥിതിയാണ് ഇന്നുള്ളത്. അതേസമയം വില കുറഞ്ഞു തുടങ്ങിയതേ വലിയ ആശ്വാസമുണ്ട് ആഭരണ പ്രേമികൾക്ക്. എന്നാൽ വിലയിലെ കുറവ് കനത്ത നിരാശയിലാക്കിയിരിക്കുന്നത് സ്വർണം വിൽക്കാൻ ഉദ്ദേശിക്കുന്നവരെയാണ്. വില ഇടിയുന്നത് കണ്ട് എന്തായാലും ആശങ്കപ്പെട്ട് ജ്വല്ലറികളിലേക്ക് ഓടേണ്ട കാര്യമില്ല എന്ന് വിദഗ്ധർ പറയുന്നു. അത്യാവശ്യമെങ്കിൽ അല്പം കാത്തിരുന്നാൽ സ്വർണ്ണവില കുതിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഒരു വർഷം മുമ്പ് വെറും 50,000-ന് വാങ്ങിയ ഒരു പവൻ വിറ്റ് 2 ലക്ഷം വരെ കൊയ്യാമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അതായത് ഈ പറയുന്ന പ്രവചനങ്ങളെല്ലാം ശരിവെച്ച് സ്വർണ്ണവില 2 ലക്ഷത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നിലവിലെ ട്രെൻഡ് മനസ്സിലാക്കി തരുന്നത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.